ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ജയിലിൽ വെച്ചുണ്ടാവുന്ന ഒരു ഉഗ്രൻ വഴക്കിന്റെ പ്രൊമോ കുറച്ചു മുന്നേ പുറത്തു വന്നിരുന്നു. ആദ്യം തന്നെ ജാസ്മിൻ ജിൻഡോയോട് പറയുകയാണ്, ജിൻഡോ ഒന്നുകിൽ അങ്ങോട്ട് കിടക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് കിടക്ക്. അപ്പൊ ജിൻഡോ പറയുകയാണ്, AC കൊണ്ട് കിടന്നുറങ്ങാനല്ല ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ സമയം തന്നെ മത്സരാർത്ഥികൾ എല്ലാവരും പുറത്തു കൂടുന്നു. അപ്പൊ ശ്രീതു അവിടെ നിന്നും പറയുന്നുണ്ട് അവൾക്ക് AC കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കുമെന്ന്. അതിനുശേഷം ശരണ്യ പറയുകയാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കിടക്കുക, അപ്പോൾ രണ്ടുപേർക്കും കിട്ടുമല്ലോ എന്ന് പറയുകയാണ്. അതിനുശേഷം ജിൻഡോ പറയുകയാണ്, എൻ്റെ ബെഡ് ഇവിടെ ഇട്ടിട്ട് അവളുടെ ബെഡ് അവിടെ ഇട്ടിട്ട് കിടക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ കിടന്നാൽ മതി എന്ന് പറയുകയാണ്. ആ സമയത്ത് ജാസ്മിൻ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ശബ്ദത്തോടുകൂടി വളരെയധികം പ്രൊവോക്ഡ് ആണ് ജാസ്മിൻ. ഡോ 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 എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ പോയി കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ തല്ലുന്നതാണ് നമ്മൾ ആ ഒരു പ്രൊമോയിൽ കാണുന്നത്. ആ സമയത്ത് മത്സരാർത്ഥികൾ എല്ലാവരും നന്ദനയൊക്കെ കൈ ചൂണ്ടിക്കൊണ്ട് ജാസ്മിനോടാണെന്ന് തോന്നുന്നു അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും വ്യക്തമാവുന്നില്ല. എന്തായാലും ജാസ്മിനും ജിൻഡോയും തമ്മിൽ ജയിലിൽ വെച്ച് നല്ലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ഈ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി, ഈ ഒരു രണ്ട് കണ്ടസ്റ്റൻസും ബിഗ് ബോസ് വീട്ടിൽ എല്ലാ മത്സരാർത്ഥികളോടും ഒരു ബഹുമാനവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വിധത്തിലാണ് പെരുമാറുന്നത് എന്നുള്ളത് മത്സരാർത്ഥികളിൽ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ അൻസിബ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ജാസ്മിൻ വല്ലാതെ അങ്ങോട്ട് പ്രൊവോക്ഡായി മാനസിക നില തെറ്റിയ രീതിക്കാണ് ഇന്ന് ആ ഒരു ജയിലിനകത്ത് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നത്. അതായത് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഈ ഒരു ജയിലിനകത്ത് പോയി എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പ്രേക്ഷകർക്ക് ഉറപ്പാണ്. കാരണം അവർ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. അവർ അതിനകത്തേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായും ആ ഒരു വഴക്കുണ്ടാകും. പക്ഷേ ജാസ്മിൻ ഒരു തരത്തിൽ മാനസിക നില തെറ്റിയ രീതിയിൽ ഒട്ടും ജിൻഡോയുമായിട്ട് അതായത് ജിൻഡോയുമായിട്ട് ആ ഒരു ജയിലിനകത്ത് ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് അവിടെ അത്രയധികം ബഹളം വെച്ചുകൊണ്ടിരുന്നത്. എന്നെ ഇരിക്കാനും കിടക്കാനും പോലും ഇയാൾ സമ്മതിക്കുന്നുണ്ട്, എനിക്ക് ഇയാളുടെ കൂടെ ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ഈ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗെയിം ഷോയാണ് എന്നുള്ള ആ ഒരു ബോധം പോലും ഇല്ലാതെയാണ് ജാസ്മിൻ പല സമയത്തും പല കാര്യങ്ങളും പല വാക്കുകളും പറയുന്നത്. അതായത് ജയിലിനകത്തേക്ക് അവരെ വിടുന്നത് ഒരിക്കലും AC കൊണ്ട് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ അവർക്കൊരു പണിഷ്മെന്റ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ജയിലിലേക്ക് വിടുന്നത്. ആ ഒരു സമയത്ത് ജയിലിനകത്തേക്ക് പോയിട്ട് ജിൻഡോ പറയുന്ന പോലെ AC കിട്ടി കിടന്നുറങ്ങാനല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞത് തീർച്ചയായും വാസ്തവമായ ഒരു കാര്യമാണ്. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ ജാസ്മിൻ വല്ലാതെ അങ്ങോട്ട് ആ ഒരു ജാസ്മിൻ്റെ ധാർഷ്ട്യമാണ് സത്യത്തിൽ ഈ ഒരു പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു പ്രൊമോയുടെ കമൻറ്റ് സെക്ഷൻ ഒരുപക്ഷെ പരിശോധിക്കൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അത്രയധികം ജിൻഡോയെ ഫേവർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു റിയാലിറ്റി ഷോ ബിഗ് ബോസ് എന്നുള്ള ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ എന്ത് സോഷ്യൽ മെസ്സേജാണ് ഇവർ ഈ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത്. ബിഗ് ബോസ് എന്നുള്ളത് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഗെയിം ഷോയാണ്. പല മത്സരാർത്ഥികളുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഗെയിം ഷോ തന്നെയാണ്. നമ്മൾ മുൻപ് പല സീസണുകളിലും അത് കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇതുപോലുള്ള കണ്ടസ്റ്റൻസിലൂടെ എന്ത് സാമൂഹിക മെസ്സേജാണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തിപരമായി എൻ്റെയും അഭിപ്രായമാണ്. ആ ഒരു കമൻറ്റ് സെക്ഷൻ മുഴുവൻ പല പ്രേക്ഷകരും അവരുടെ ആ ഒരു ദേഷ്യമാണ് സത്യത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രമാത്രം ഈ ഒരു ജാസ്മിൻ്റെ ഈ ഒരു പെർഫോമൻസിലൂടെ അല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ ജിൻഡോയോട് കാണിച്ചിരുന്ന ഈ ഒരു കാര്യത്തിലൂടെ ഒരുപക്ഷെ ജാസ്മിന് ഹെയ്റ്റേഴ്സ് കൂടുകയുള്ളൂ. ഓൾറെഡി ജാസ്മിന് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇനിയും ഇപ്പോൾ ജാസ്മിന് ഹെയ്റ്റേഴ്സ് കൂടാനേ സാധ്യതയുള്ളൂ. അതേസമയം തന്നെ ജിൻഡോയ്ക്ക് അത്രയധികം സപ്പോർട്ടേഴ്സ് കൂടും. കാരണം ജിൻഡോ ഒരുപക്ഷെ ഇത് ജിൻഡോയുടെ ഒരു മൈൻഡ് ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ജാസ്മിനെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ള ജിൻഡോയുടെ ഗെയിം ആയിരിക്കും. പക്ഷെ അത് ട്രിഗർ ചെയ്യും എന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഇതൊരു ഗെയിം ഷോയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ജിൻഡോ ട്രിഗർ ചെയ്യും, എത്ര വേണമെങ്കിലും ട്രിഗർ ചെയ്യും, പ്രൊവോക്ക് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് അത്രയധികം ഗെയിം കളിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു മത്സരാർത്ഥിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ജാസ്മിൻ വല്ലാതെ അങ്ങോട്ട് പ്രൊവോക്ഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊമോയിൽ കാണുന്നത്. പക്ഷേ ഇതിപ്പോൾ ജിൻഡോയെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത് ഫിസിക്കൽ അസോൾട്ട് നടത്തുകയോ എന്തെങ്കിലുമാണോ ജാസ്മിൻ്റെ ആ ഒരു ഗൂഢലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ജാസ്മിൻ വിചാരിച്ച് വച്ചിരിക്കുന്നത് എന്നുള്ളതും നമുക്കറിയില്ല. പക്ഷേ ജിൻഡോ മാക്സിമം മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ട് അവിടെ ഒന്നും പറയാതെ, ജാസ്മിൻ ഇത്രയധികം പ്രൊവോക്ക് ആകുമ്പോഴും ഒന്നും പറയാതെ അവിടെ നിശബ്ദനായി കിടക്കുന്ന ഒരു ജിൻഡോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എന്താണ്, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത് ജിൻഡോയുടെ സൈഡ് മാത്രമാണ്. ജാസ്മിന് വീണ്ടും
പ്രതികൂല സ്ഥിതി മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് തീർച്ചയായും ലാലേട്ടൻ രണ്ടുപേരെയും എന്ന് വെച്ചാൽ ജാസ്മിനോട് ഈ ഒരു കാര്യം വ്യക്തമായി ചോദിക്കണം. ഇത് ഫിസിക്കൽ അസോൾട്ടാണ്. ഇത് തിരിച്ചിപ്പോൾ നമ്മുടെ ജിൻഡോയാണ് ജാസ്മിനെ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ജിൻഡോ എന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനും ആ വീട്ടിലെ മറ്റ് പല ഹൗസ്മേറ്റ്സും ഈ ജിൻഡോയുടെ എതിർപക്ഷത്തുള്ള പല ഹൗസ്മേറ്റ്സും അവിടെ നിരാഹാരം കിടക്കുകയോ അല്ലെങ്കിൽ പ്രതിഷേധം അർഹിക്കുകയോ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടനോട് തീർച്ചയായും ജിൻഡോയെ ഇവിടെ നിന്നും പുറത്താക്കണം, ഫിസിക്കൽ അസോൾട്ടാണ് എന്നും പറഞ്ഞ് പ്രതിഷേധം അറിയിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ജാസ്മിൻ ചെയ്തത് കൊണ്ട് മാത്രം ഒരുപക്ഷെ ഇതിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ചോദിക്കുമായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഇതൊരു എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണല്ലോ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ളൊരു വാർണിംഗ് കൊടുത്തു അല്ലെങ്കിൽ ഒരു യെല്ലോ കാർഡോ മറ്റും എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ആ ഒരു കാര്യം അവിടെ സോൾവ് ചെയ്യുമായിരിക്കും. പക്ഷെ ജിൻഡോയാണ് ഈ ഒരു സ്ഥാനത്ത് ജാസ്മിനെ തല്ലിയിരുന്നത് എന്നുണ്ടെങ്കിൽ ജിൻഡോ ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ആ ഒരു ഷോയിൽ നിന്ന് തന്നെ പുറത്ത് പോകേണ്ടി വരുമായിരുന്നു. തീർച്ചയായും ഇത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു ഗെയിം ഷോയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരോ ആരുമല്ല നമ്മൾ ഇങ്ങനെ തല്ലുന്നത്. ഇതിപ്പോൾ ജിൻഡോയെ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ജാസ്മിൻ അവിടെ തല്ലുന്നത്. തീർച്ചയായും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. മുൻപുള്ള പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ചെറിയൊരു ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തുപോയ മത്സരാർത്ഥികൾ വരെയുണ്ട്. പ്രേക്ഷകർക്ക് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതേ കാര്യം തന്നെയാണ് ഇവിടെ ജിൻഡോയ്ക്ക് നേരെയും ജാസ്മിൻ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് നമ്മുടെ ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. തീർച്ചയായും ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ജാസ്മിൻ പുറത്ത് പോകണം എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കാരണം അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കുഴിച്ചെന്ത്